യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സൈന്യത്തിന് വേണ്ടി പീരങ്കി ഷെല്ലുകൾ വാങ്ങുന്നതിനും അതുപയോഗിച്ച് കൈവിനെ സഹായിക്കുന്നതിനുമുള്ള തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ്. ഇങ്ങനെ പീരങ്കികൾക്ക് വേണ്ടി ഇപ്പോൾ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യമാവട്ടെ നമ്മുടെ ഇന്ത്യയും. പോളണ്ടിനും സ്ലൊവേനിയയ്ക്കും ശേഷം ഇപ്പോൾ മറ്റൊരു റഷ്യൻ അയൽരാജ്യമായ എസ്തോണിയയും ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ രാജ്യത്ത് നിർമ്മാണ ലൈനുകൾ സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ആവശ്യവുമായി ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇന്ത്യൻ കമ്പനികൾ തന്റെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് എസ്തോണിയൻ പ്രതിരോധ മന്ത്രി ഹന്നോ പവ്കൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 155 mm വെടിമരുന്ന് നിർമ്മിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ എസ്തോണിയയിലെ പ്രതിരോധ വ്യവസായ പാർക്കിൽ നിക്ഷേപം നടത്തണമെന്നാണ് അദ്ദേഹം താല്പര്യപ്പെട്ടിരിക്കുന്നത്. പീരങ്കി ഷെല്ലുകൾക്കൊപ്പം പീരങ്കി നിർമ്മാണ ലൈൻ സ്ഥാപിക്കാനുള്ള സാധ്യതയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പവ്കൂർ പറഞ്ഞത്, ഇത് വെടിമരുന്ന് മാത്രമല്ല, സായുധ വാഹനങ്ങളുടെയും ഹോവിസ്റ്ററുകളുടെയും നിർമ്മാണം കൂടിയാണ്. അതിനാൽ തന്നെ സഹകരണം വളരെ തീവ്രമാണ്. അതിനാൽ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നും അതിനുവേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഡ്രോണുകൾ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ പീരങ്കികളുടെ പ്രാധാന്യം അമിതമായി പറയാനാവില്ല. എന്നാൽ ഈ പീരങ്കികൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുമുണ്ട്. രാവും പകലും ഏത് കാലാവസ്ഥയിലും ഇത് വെടിവെക്കാൻ സാധിക്കും. കൂടാതെ ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളിൽ നിന്ന് പ്രതിരോധ ശേഷിയും ഉള്ളതാണ്. എന്നാൽ വർഷങ്ങളോളം യൂറോപ്പ് എയർ പവർ, പ്രിസിഷൻ ഗൈഡഡ് ആയുധങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായി പീരങ്കി വെടിമരുന്ന് ഉൽപാദനം അവഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അതിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയാണ്. നാറ്റോയുടെ കണക്കനുസരിച്ച് യൂറോപ്പിന് പ്രതിവർഷം ഏകദേശം 2 ദശലക്ഷം ഷെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമത്രേ. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് വെടിമരുന്ന് വിതരണം ചെയ്തതിനു ശേഷം അവരുടെ രാജ്യങ്ങൾക്കും വേണ്ടി വെടിമരുന്ന് ശേഖരിക്കേണ്ടതുണ്ട്, അവരുടെ സ്റ്റോക്കുകൾ നിറയ്ക്കേണ്ടതുണ്ട്. കൂടാതെ 30 ദിവസത്തെ ഉയർന്ന തീവ്രതയുള്ള യുദ്ധത്തിന് ആവശ്യമായ ഷെല്ലുകൾ അവരുടെ വെയർഹൌസുകളിൽ ഉണ്ടായിരിക്കണമെന്ന നാറ്റോ ആവശ്യകത നിറവേറ്റാൻ കൂടിയാണ് ഇത് ലക്ഷ്യമിടുന്നത്. യുദ്ധം 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉക്രൈന് ഗുരുതരമായ വെടിമരുന്ന് ക്ഷാമമുണ്ട്. റഷ്യയുടെ വെടിമരുന്ന് നേട്ടം 8:1 നിന്ന് 3:1 ആയി കുറച്ചെങ്കിലും വിടവ് വളരെ വലുതാണ്. റഷ്യ അതിന്റെ പ്രതിരോധ ചിലവ് 2025-ൽ 25% വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. 2024 ഫെബ്രുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഇതര സ്രോതസ്സുകളിൽ നിന്ന് പീരങ്കി ഷെല്ലുകൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന്റെ ആവശ്യങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഏകദേശം 3.2 ബില്യൺ US$ വിലമതിക്കുന്ന 155 mm 5 ലക്ഷം റൗണ്ടുകളും 122 mm പീരങ്കികളുടെ 3 ലക്ഷം റൗണ്ടുകളും വാങ്ങാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. റഷ്യ നിലവിൽ പ്രതിമാസം 2,50,000 പീരങ്കി റൗണ്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സുപ്രധാന കരാറാണ്. യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞനായ ജോസഫ് ബൊറേൽ മികച്ചതും വില കുറഞ്ഞതുമായ പീരങ്കി വെടിയുണ്ടകൾക്ക് വേണ്ടി യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയ്ക്ക് പുറമെ ഉക്രൈനിലേക്കുള്ള വിതരണ സ്രോതസ്സുകൾക്കായി യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങളിലേക്കും നോക്കുന്നുണ്ട്. ഉക്രൈനിൽ യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പീരങ്കി വെടിവയ്പ്പുകൾ ഒന്നായിരുന്നു 155 mm ഹോവിസ്റ്റർ. എന്നാൽ യുദ്ധത്തിന് വേണ്ടി യുക്രൈനിലേക്ക് മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെടിമരുന്ന് നൽകാൻ ഇന്ത്യ വിമുഖത കാണിക്കുന്നുണ്ട്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധത്തിന് വർദ്ധിച്ചു വരുന്ന വെടിക്കോപ്പുകളുടെ ആവശ്യം ഇന്ത്യയിലെ പീരങ്കി നിർമ്മാണ കുതിപ്പിനെ ആക്കം കൂട്ടിയിരിക്കുകയാണ്. അതായത് ലോകമെമ്പാടുമുള്ള 75-ലധികം സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന പീരങ്കി തോക്കുകൾക്കായി നൂതന 155 mm പീരങ്കി വെടിയുണ്ടകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമാകാൻ ഇന്ത്യ ലക്ഷ്യമിടുകയാണ്. ഇതിനുവേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട്. 39, 45, 52 കാലിബർ ആർട്ടിലറി തോക്കുകൾക്കുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഇൻ സർവീസ് 155 mm തോക്കുകൾക്കായി ഏകദേശം 2000 155 mm ടെർമിനലിൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 2024-ൽ 5 ആഭ്യന്തര വെടിമരുന്ന് നിർമ്മാതാക്കളെ തിരഞ്ഞെടുത്തിരുന്നു. ഈ 155 mm TGM എന്നത് ഏറ്റവും നൂതനമായ പീരങ്കി വെടിമരുന്നാണ്. ഇത് മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത പീരങ്കി വെടിമരുന്നായ ഇതിന് മറ്റ് ആഗോള ഓപ്ഷനുകളെക്കാൾ വിലയും കുറവാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഓരോ 155 mm TGM പ്രൊജക്ടൈലിനും ഏകദേശം 80 ലക്ഷമാണ് വില വരുന്നത്. എന്നാൽ ഒരു പാശ്ചാത്യ രാജ്യം, അതായത് റഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റഷ്യയുടെ TGM പ്രൊജക്ടൈലിന് ഇതിന്റെ ഇരട്ടിയിലധികം വില വരും. അതേസമയം അമേരിക്കയുടെ പീരങ്കി വെടിമരുന്നിന് 3 ഇരട്ടിയാണ് വില വരുന്നത്. അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വെടിമരുന്ന് നിർമ്മാണത്തിന് വേണ്ടി സ്വകാര്യ കമ്പനികൾക്കും പെർമിഷൻ കൊടുത്തു. ചില മേഖലകളിലെ ഗുരുതരമായ വെടിമരുന്ന് ക്ഷാമം നികത്താൻ സ്വകാര്യ മേഖലയെ ഇപ്പോൾ ക്ഷണിക്കുന്നുമുണ്ട്.
കൂടാതെ വിവിധ തരം വെടിമരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള ദീർഘകാല ഡിമാൻഡ് കരാറുകളും കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി വിദേശ ഉപകരണ നിർമ്മാതാക്കളും 155 mm TGM പ്രൊജക്ടൈലുകൾ ബൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യൻ കമ്പനികളുമായി പങ്കാളിത്തത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിട്ടുമുണ്ട്. ഫ്രാൻസ്, റഷ്യ, നോർവേ, സ്വീഡൻ, ഇസ്രായേൽ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, സെർബിയ, ബൾഗേറിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ കമ്പനികളാണ് താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ലോക രാജ്യങ്ങളുടെ ഇടയിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാതാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കരാറായി ഇത് മാറാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.